ഡിയർ സ്റ്റുഡൻസ്, ഏഴാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഗാന്ധിജിക്ക് നമക് കഥ എന്ന കഹാനിയിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. ബ്രിട്ടീഷുകാർ ഭാരതീയർ സ്വയം ഉപ്പുണ്ടാക്കുന്നത് തടഞ്ഞിരുന്നു. ഔർ നമക് പർ ടാക്സ് ലഗാ രഖാ താ. ഉപ്പിന് നികുതിയും ചുമത്തിയിരുന്നു. ഇസ്കാ കാരൺ ക്യാ ഹോങ്ക. ഇതിന്റെ കാരണം എന്താവാം? ആൻസർ, ഹർ ഘർ മേ നമക് കി ജരൂരത്ത് ഹോത്തി ഹെ. എല്ലാ വീടുകളിലും ഉപ്പ് അത്യാവശ്യമാണ്. അഗർ എന്നാൽ, ഭാരതീയ ഖുദ് നമക് ബനാത്തെ തോ, ഇന്ത്യക്കാർ സ്വയം ഉപ്പുണ്ടാക്കിയാൽ അംഗ്രേസോംകോ ലാഭ് നഹി മിൽത്ത, ബ്രിട്ടീഷുകാർക്ക് ലാഭമൊന്നും ലഭിക്കില്ല. ഇസ്ലിയെ അതുകൊണ്ട്, ഉനോനെ നമുക്ക് ബനാനെ പർ രോക്ക് ലഗായി, അതുകൊണ്ട് അവർ ഉപ്പുണ്ടാക്കുന്നത് തടഞ്ഞു. ഔർ നമുക്ക് പർ ടാക്സ് ലഗായ, കൂടാതെ ഉപ്പിന് ടാക്സും ചുമത്തി, ഉപ്പിന് നികുതിയും ചുമത്തി. അതായത് ഇന്ത്യക്കാർ സ്വന്തം ഉപ്പുണ്ടാക്കിയാൽ ബ്രിട്ടീഷുകാർക്ക് ലാഭമൊന്നും ലഭിക്കില്ല. അതുകൊണ്ടാണ് അവര് ഉപ്പുണ്ടാക്കുന്നത് തടഞ്ഞതും അതിന് നികുതി ചുമത്തിയതും. നെക്സ്റ്റ്, 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ ആസാദ് ഹോ ഗയാ. 17 വർഷത്തിന് ശേഷം രാജ്യം അതേ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വാതന്ത്ര്യം നേടി. ഇസ് രാസ്തേമേ ഹുയി മുഖ്യ ഘടനായും ക്യാ ക്യാ ഹെ. ഈ വഴിയിലുണ്ടായ പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണ്? ദണ്ഡി യാത്രക്ക് ശേഷം വീണ്ടും 17 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ വഴിയിലൂടെ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണ്? ആൻസർ നോക്കൂ. ഇസ് രാസ്തേക്ക് മുഖ്യ ഘടനായെ, ഈ വഴിയിലുണ്ടായ പ്രധാന സംഭവങ്ങള്: ദണ്ഡിയാത്ര, ഭാരത് ചോഡോ ആന്തോളൻ, ഭാരതം വിടുക എന്ന പ്രസ്ഥാനം, അതായത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഔർ ഭാരത് കി സ്വതന്ത്രത ഹെ, പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമാണ്. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഇൻ ഘടനാവും കോ ക്രം സെ ലിഖേ. ഈ സംഭവങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. അതായത് ദണ്ഡി യാത്രയിൽ ആദ്യം എന്ത് സംഭവിച്ചു, പിന്നെ എന്ത് സംഭവിച്ചു എന്ന ക്രമം ഓർത്തു പറയണം. നമുക്ക് ഓരോന്നായി നോക്കാം. ഇവിടെ തന്നിട്ടുള്ള എല്ലാ സെന്റൻസും നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ പാഠഭാഗം നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കി വെക്കണം. നോക്കൂ. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. അവരെല്ലാവരും രാത്രി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ തങ്ങി രാവിലെ വീണ്ടും യാത്ര തുടരുമായിരുന്നു. നെക്സ്റ്റ്, इस प्रकार गांधी जी ने पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. ഇങ്ങനെ ഗാന്ധിജി രാജ്യം മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള വഴി കാണിച്ചു തന്നു. യാത്രാക്ക് ദൗരാൻ ഹസാരോം ലോഗ് ജുഡ്തെ ഗയെ. യാത്രക്കിടയിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേർന്നു. ഗാന്ധിജി പൈദൽ ദാണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപ്പടെ. ഗാന്ധിജി കാൽനടയായി ദണ്ഡി കടൽ തീരത്തേക്ക് യാത്ര തിരിച്ചു. നെക്സ്റ്റ്, രാസ്തേമേ കൈ ഗാവ് പടെ. വഴിയിൽ നിരവധി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോടാ. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. എങ്ങനെയാണ് വരുന്നത്? പാഠഭാഗം വായിച്ചവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവില്ലേ? ആദ്യത്തേത് ഏതാണ്? ഇങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. ആദ്യം യാത്ര തുടങ്ങി എന്ന ഭാഗമാണ്, പിന്നീട് ആളുകൾ ചേർന്നു എന്നതാണ്, മൂന്നാമത്തേത് ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി എന്നതാണ്, നാലാമത്തേത് രാത്രി തങ്ങി എന്നതാണ്, അഞ്ചാമത്തേത് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു, ആറാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള വഴി കാണിച്ചു തന്നു. ഇവയെല്ലാം ക്രമപ്പെടുത്തി ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്, റപ്പട്ട് ലിഖേ. റിപ്പോർട്ട് തയ്യാറാക്കുക. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദാണ്ഡി പഹുഞ്ചെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദണ്ഡിയിലെത്തി. ഖുദ് നമക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോട. അവിടെ നിന്ന് സ്വയം ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇസ് ഘടന പർ സമാചാർ പത്ര കെ ലിയെ ഏക് റപ്പട് തയ്യാർ കരേ. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി പത്രവാർത്തയായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. കുട്ടികളെ, ഈ ചോദ്യത്തിൽ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെക്കുറിച്ച് ഒരു പത്ര റിപ്പോർട്ട് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
പക്ഷെ ഒരു റിപ്പോർട്ട് എഴുതുന്നതിന് മുൻപ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഇവിടെ ഘടന എന്ന് കൊടുത്തിട്ടുണ്ട്. ഘടന എന്നാൽ സംഭവം, ഇൻസിഡന്റ്. ഏതെങ്കിലും ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പത്രവാർത്ത തയ്യാറാക്കുന്നത്. ക്യാ എന്താണ് സംഭവിച്ചത്? കബ് എപ്പോഴാണ് സംഭവിച്ചത്? കഹാം എവിടെ വെച്ചാണ് സംഭവിച്ചത്? ക്യോം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കൈസെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ നമ്മൾ എഴുതുന്ന പത്ര റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആക്കി ഒരു പത്രവാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ആദ്യം എന്താണ് കാണുന്നത്? ആദ്യം ഒരു തലക്കെട്ട്, ഹെഡിങ് കാണും അല്ലെ? അതിന് താഴെ സംഭവം നടന്ന സ്ഥലം കാണും. അതിനുശേഷമാണ് വാർത്ത എഴുതിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മളും റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ആദ്യം തലക്കെട്ട്, പിന്നെ സ്ഥലപ്പേര്, അതിനുശേഷം സംഭവത്തിന്റെ വിവരണം. നോക്കൂ, നമ്മൾ ആദ്യം ഇവിടെ സമാചാർ പത്ര എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പത്രവാർത്തയെ സൂചിപ്പിക്കുന്നു. ആസാദി കാ രാസ്ത, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി, ഇതാണ് നമ്മുടെ തലക്കെട്ട്. ദാണ്ഡി സ്ഥലപ്പേര് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദാണ്ഡി സമുദ്ര കിനാരെ പഹൂഞ്ചെ. മഹാത്മാഗാന്ധി ദണ്ഡി കടൽ തീരത്ത് എത്തി. ഉനോനെ അദ്ദേഹം സമുദ്രക്കെ പാനീസെ കടൽ വെള്ളത്തിൽ നിന്ന് നമക്ക് ബനാക്കർ ഉപ്പുണ്ടാക്കിയിട്ട് അംഗ്രേസോംക ബ്രിട്ടീഷുകാരുടെ നമക് കാനൂൻ തോട ഉപ്പ് നിയമം ലംഘിച്ചു. ഉൻകെ സാത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഹസാരോം ലോകതെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഇസ് ഘടനാസെ ഈ സംഭവത്തിലൂടെ ലോകോമേ ജനങ്ങളിലെ സ്വതന്ത്രതാക്കി ഭാവന ബടി സ്വാതന്ത്ര്യബോധം വർദ്ധിച്ചു. ഔർ കൂടാതെ അംഗ്രേസോം കെ ഖിലാഫ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ആന്തോളൻ സമരങ്ങൾ പ്രസ്ഥാനങ്ങളൊക്കെ മസ്ബൂത്ത് ഹുവ ശക്തമായി. ഇങ്ങനെയാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതില് മുകളിൽ ചോദിച്ച 5 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുണ്ട്. റപ്പഡ് കെ ആധാർ പർ സഹി യാ ഗലത് കാ നിശാൻ ലഗായേ. ഇപ്പോൾ നാം വായിച്ച റിപ്പോർട്ട് നോക്കി താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താം. നോക്കൂ, റപ്പഡ് മേം ഈ റിപ്പോർട്ടിലെ ശീർഷക ലിഖാഹെ ശീർഷക എഴുതിയിട്ടുണ്ട്, തലക്കെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സഹി മാർക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ ആസാദി കാ രാസ്ത എന്ന് നൽകിയിട്ടുണ്ട് അല്ലെ? സ്ഥാൻ ലിഖാഹെ സ്ഥലം എഴുതിയിട്ടുണ്ട്. ദാണ്ഡി എന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയും സഹി മാർക്ക് ചെയ്യാം. ഘടന കാ വിവരൺ ഹേ സംഭവത്തിന്റെ വിവരണമുണ്ട്. സംഭവം എന്താണെന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് ഇവിടെയും സഹി മാർക്ക് ചെയ്യാം. വസ്തുനിഷ്ഠത ഹേ സത്യസന്ധമാണോ? ഇവിടെ യഥാർത്ഥ സംഭവങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതുകൊണ്ട് ഇവിടെയും സഹി മാർക്ക് ചെയ്യാം. ദൃഷ്ടികോൺ ഹേ കാഴ്ചപ്പാടുണ്ടോ? ഇവിടെ എഴുത്തുകാരന്റെ സ്വന്തം അഭിപ്രായം ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, സ്വന്തം അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഗലത്ത് മാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ പത്രവാർത്ത എഴുതുമ്പോൾ നടന്ന യഥാർത്ഥ സംഭവം മാത്രമാണ് എഴുതേണ്ടത്. നമ്മുടെ സ്വന്തം അഭിപ്രായമോ വികാരമോ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിലൂടെ അറിയിക്കണേ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് പ്രൊഫൈൽ തയ്യാർ കരേം ഔർ പ്രദർശിനി ചലായേ. പ്രൊഫൈൽ തയ്യാറാക്കി പ്രദർശനം നടത്തുക. ഇവിടെ 2 പ്രവർത്തനം വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സ്വതന്ത്രതാ സേനാനിയോം കെ പരിശ്രം കി ദേൻ ഹെ ആസാദി. സ്വതന്ത്ര സേനാനികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. स्वतंत्रता सेनानियों का प्रोफाइल तैयार करें और ആൽബം ഡിജിറ്റൽ ആൽബം ബനായേ. സ്വതന്ത്ര സേനാനികളുടെ പ്രൊഫൈൽ തയ്യാറാക്കി ഒരു ആൽബമോ ഡിജിറ്റൽ ആൽബമോ ഉണ്ടാക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സേനാനിയെ തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും 1-2 സ്വതന്ത്ര സേനാനികളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അവരുടെ പേര്, ജന്മസ്ഥലം, പ്രധാന പ്രവർത്തനങ്ങള്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അവർ നൽകിയ സംഭാവന എന്നിവ ശേഖരിച്ച് പ്രൊഫൈൽ തയ്യാറാക്കണം. നമ്മളിവിടെ ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ് ഇവർ 2 പേരുടെയും പ്രൊഫൈലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ ഫോട്ടോ, അവരുടെ പേര്, ബർത്ത് ഡേറ്റ്, ബർത്ത് പ്ലേസ്, പ്രധാന പ്രവർത്തനങ്ങൾ, അവർ നൽകിയ സംഭാവന എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെയാണ് നിങ്ങളും തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ്,
स्वतंत्रता संग्राम से संबंधित जानकारियों को इकट्ठा करें और പ്രദർശിനി ചലായേ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഒരു പ്രദർശനം നടത്തുക. ഇവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ, പ്രധാന സംഭവങ്ങൾ എന്നിവ ശേഖരിച്ച് പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 4 പ്രധാന സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ദണ്ഡി യാത്ര 1930, അസഹകരണ പ്രസ്ഥാനം 1920, ഭാരതം വിടുക പ്രസ്ഥാനം അതായത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947. ഓരോ സംഭവത്തെക്കുറിച്ചുമുള്ള ചെറിയ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിത്രവും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 2 വിവരങ്ങളും ഒരുമിച്ച് ശേഖരിച്ച് ഒരു ആൽബമോ ഒരു ഡിജിറ്റൽ ആൽബമോ ആക്കിയോ മാറ്റാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.